ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PYQ സെഷനാണ്. അതായത് CTET എക്സാമിന് മുൻപ് നടന്നിട്ടുള്ള എക്സാമിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2021 നടന്നിട്ടുള്ള ജാനുവരി സെഷനിൽ നടന്നിട്ടുള്ള ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് കറക്റ്റ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ. അതായത് സോഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ട കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികളിൽ സാമൂഹ്യവൽക്കരണം നടക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. കറക്റ്റാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് മാറിപ്പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, കാരണം കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചത്. സോ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? സ്കൂൾ ഈസ് എ സെക്കൻഡറി സോഷ്യലൈസേഷൻ ഏജൻറ്റ് ആൻഡ് ഫാമിലി ഈസ് എ പ്രൈമറി സോഷ്യലൈസേഷൻ ഏജൻറ്റ്. സ്കൂൾ എന്നുള്ളത് സെക്കൻഡറി സോഷ്യലൈസേഷൻ ഏജൻറ്റും ഫാമിലി എന്നുള്ളത് പ്രൈമറി സോഷ്യലൈസേഷൻ ഏജൻറ്റുമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണോ തെറ്റാണോ? അപ്പോൾ അത് കറക്റ്റാണല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം. സ്കൂൾ ഈസ് എ പ്രൈമറി സോഷ്യലൈസേഷൻ ഏജൻറ്റ് ആൻഡ് പിയേഴ്സ് ആർ സെക്കൻഡറി സോഷ്യലൈസേഷൻ ഏജൻറ്റ്സ്. സ്കൂൾ എന്നത് ഒരു പ്രൈമറി സോഷ്യലൈസേഷൻ ഏജൻറ്റും പിയർ ഗ്രൂപ്പ് എന്നുള്ളത് സെക്കൻഡറി സോഷ്യലൈസേഷൻ ഏജൻസും ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റാണോ? അത് റോങ് ആണല്ലേ. സ്കൂൾ എന്നുള്ളത് സെക്കൻഡറി സോഷ്യലൈസേഷൻ ഏജൻ്റ് ആണെന്നുള്ളത് അറിയാം. ഓക്കെ, അപ്പോൾ തേർഡ് വൺ നോക്കാം ഇനി നമുക്ക്. പിയേഴ്സ് ആർ പ്രൈമറി സോഷ്യലൈസേഷൻ ഏജൻറ്റ്സ് ആൻഡ് ഫാമിലി ഈസ് എ സെക്കൻഡറി സോഷ്യലൈസേഷൻ ഏജൻറ്റ്. അവിടെ ഫാമിലി ഈസ് എ പ്രൈമറി സോഷ്യലൈസേഷൻ ഏജൻറ്റ് ആണ് വരേണ്ടത് അല്ലേ. അപ്പോൾ അതും എന്താണ്? അതും റോങ് ആണ്. അപ്പോൾ അത് കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ, ഫാമിലി ഈസ് എ പ്രൈമറി സോഷ്യലൈസേഷൻ ഏജൻ്റ് ആണ് വരേണ്ടത്. ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത് എന്താണ്? സെക്കൻഡറി ആണ്. അത് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കണം അല്ലേ, അത് റോങ് ആണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. ഫാമിലി ആൻഡ് മാസ് മീഡിയ ബോത്ത് ആർ സെക്കൻഡറി സോഷ്യലൈസേഷൻ ഏജൻറ്റ്സ് ആണോ? അത് കറക്റ്റ് അല്ലല്ലോ അല്ലേ. ഫാമിലിയൊക്കെ പ്രൈമറിയാണ് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് അറിയാം, അതുകൊണ്ട് തന്നെ അത് റോങ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് കിട്ടും അല്ലേ, ഇതിൻ്റെ ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. കാരണം ഫാമിലി ഈസ് എ പ്രൈമറി സോഷ്യലൈസേഷൻ ഏജൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും അല്ലേ ഒരു വേർഡ് ഒന്നില്ലെങ്കിൽ മാറ്റി തന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് നന്നായി നോട്ട് ചെയ്യുക, നന്നായി ശ്രദ്ധിച്ച് റീഡ് ചെയ്യുക കേട്ടോ. ഓരോ ഓപ്ഷനും നന്നായിട്ട് ശ്രദ്ധിച്ച് റീഡ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ നന്നായി അറിയുന്നതായിരിക്കും നമ്മൾ കൊണ്ടുപോയി തെറ്റിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നന്നായി എല്ലാ ഓപ്ഷൻസും ചെക്ക് ചെയ്തിട്ട് ആൻസർ മാർക്ക് ചെയ്യുക. ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഫസ്റ്റ് ഓപ്ഷനാണ്. സ്കൂൾ ഈസ് എ സെക്കൻഡറി സോഷ്യലൈസേഷൻ ഏജൻറ്റ് ആൻഡ് ഫാമിലി ഈസ് എ പ്രൈമറി സോഷ്യലൈസേഷൻ ഏജൻറ്റ്. അത് രണ്ടും കറക്റ്റാണ് കേട്ടോ അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് എന്നൊരു പാർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യനാണിത്. നമുക്ക് ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഡെവലപ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ഡെവലപ്മെൻറ്റ് ഹാസ് ദ സെയിം റേറ്റ് ഓഫ് ഗ്രോത്ത് അക്രോസ് കൾച്ചേഴ്സ് ഫോർ എവരി വൺ. അതായത് അത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ് എന്നുള്ളത് അതിൻ്റെ റേറ്റ് സെയിം ആണ്, സെയിം ലെവലിലാണ്, എല്ലാ കൾച്ചേഴ്സിലും പെടുന്ന എല്ലാവരിലും തന്നെ സെയിം ലെവലിലാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് റോങ് ആണല്ലേ. സോ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. അപ്പോൾ ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ഓൺലി ത്രൂ ലേണിംഗ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ സ്കൂൾ. സ്കൂളിലൂടെയാണ്, അതായത് സ്കൂളിലെ ലേണിംഗ് പ്രോസസ്സിലൂടെയാണ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത് എന്നുള്ളത്. അത് കറക്റ്റാണോ? അല്ല അല്ലേ. അപ്പോൾ അതും റോങ് ആണ്. ദെൻ തേർഡ് വൺ നോക്കാം. ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ഓൺലി ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ചൈൽഡ്ഹുഡ്. ചൈൽഡ്ഹുഡിൽ മാത്രമേ എന്ത് സംഭവിക്കുന്നുള്ളൂ? ഡെവലപ്മെൻറ്റ് നടക്കുന്നുള്ളൂ എന്നാണ് അവിടെ തേർഡ് ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത്. അത് കറക്റ്റാണോ? അതും റോങ് ആണ്. അപ്പോൾ ഇത് മൂന്നും റോങ് ആയ സ്ഥിതിക്ക് അല്ലേ ഫോർത്ത് ഓപ്ഷൻ ആവാം എന്ത് കറക്റ്റായിട്ട് വരുന്നത് നോക്കാം നമുക്ക്. ഫോർത്ത് ഓപ്ഷൻ എന്താ? ഡെവലപ്മെൻറ്റ് ഈസ് മൾട്ടി ഡയമെൻഷണൽ എന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ് എന്നുള്ളത് മൾട്ടി ഡയമെൻഷണൽ ആണ് അല്ലേ. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഇതിൽ നൽകിയിട്ടുള്ളതിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? ഫോർത്ത് വൺ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സീക്വൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് എമംഗ് ചിൽഡ്രൻ ഫ്രം ബർത്ത് ടു അഡോളസൻസ് ഈസ്. അതായത് ഡെവലപ്മെൻറ്റിൻ്റെ ആ സീക്വൻസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്.
അപ്പം ജനനം മുതൽ, അതായത് ബർത്ത് ടു അഡോളസൻസ് വരെയുള്ള ആ സീക്വൻസ് ഓർഡർ എങ്ങനെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഓപ്ഷൻസ് ഫസ്റ്റ് വൺ എന്താ വന്നിട്ടുള്ളത്? സെൻസറി, കോൺക്രീറ്റ് ആൻഡ് അബ്സ്ട്രാക്റ്റ്. ആൻഡ് സെക്കൻഡ് വൺ അബ്സ്ട്രാക്റ്റ്, സെൻസറി ആൻഡ് കോൺക്രീറ്റ്. തേർഡ് വൺ കോൺക്രീറ്റ്, അബ്സ്ട്രാക്റ്റ് ആൻഡ് സെൻസറി. ആൻഡ് ഫോർത്ത് വൺ ഈസ് അബ്സ്ട്രാക്റ്റ്, കോൺക്രീറ്റ് ആൻഡ് സെൻസറി. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ തന്നെ കിട്ടും. കാരണം എന്താ, ഫസ്റ്റിൽ തന്നെ കുട്ടികളിൽ എന്താ ഉണ്ടാകുന്നത് അല്ലേ? സെൻസറി ആണ്. അവർ എല്ലാം അവരുടെ അവർ ഫീൽ ചെയ്യുകയാണ് അവർക്ക് ഫസ്റ്റ് ഉണ്ടാവുന്നത് അല്ലേ. അതിനുശേഷമാണ് ഓരോ ഒബ്ജക്റ്റ് അവർ മനസ്സിലാക്കുന്നത്, ആ ഒബ്ജക്റ്റ് പെർമനൻസ് അവർക്ക് സംഭവിക്കുന്നത് അല്ലേ. പിന്നീട് ഫൈനലിലേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞാൽ അല്ലേ, വലിയ ആളുകളാവുമ്പോഴാണ് അവർക്ക് അബ്സ്ട്രാക്ട് ലെവലിലുള്ള തിങ്കിങ് ഒക്കെ അവരിൽ വരുന്നത്. സോ ഇതൊരു ഈസി ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ സെൻസറി, കോൺക്രീറ്റ്, അബ്സ്ട്രാക്റ്റ് അല്ലേ, ഫസ്റ്റ് വണ്ണാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് നോക്കാം. ഇൻ ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം എംഫസിസ് ഷുഡ് ബി ഓൺ. അതായത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള പാർട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കിയതാണ്. ആ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇൻ ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം എംഫസിസ് ഷുഡ് ബി ഓൺ. അതായത് ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ ഓപ്ഷൻസ് എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കേ, പെർഫോമൻസ് ഓറിയൻറ്റഡ് ഗോൾസ്. അത് റോങ് അല്ലേ. പെർഫോമൻസ് ഓറിയൻറ്റഡ് ഗോൾസിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഡെഫിനിറ്റ് ഗോൾസ് ഉണ്ടായിരിക്കണം എപ്പോഴും. പെർഫോമൻസ് ഓറിയൻറ്റഡ് ഗോൾസ് നമുക്കൊരിക്കലും ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ നടപ്പിലാക്കാൻ പറ്റില്ല. അതൊരു ശരിയായ ടെൻഡൻസി അല്ല. സോ നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം നമുക്ക്. അൺഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളതാണ്. അൺഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻസും എവിടെ കൊടുക്കാൻ പറ്റില്ല? ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കൂടുതൽ കാണപ്പെടുന്ന ക്ലാസ് റൂം ആയിരിക്കും ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്നുള്ളത്. സോ അതും എന്തല്ല, കറക്റ്റ് അല്ല അല്ലേ. സോ നമുക്ക് തേർഡ് വൺ നോക്കാം. സെഗ്രിഗേഷൻ ഓഫ് സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ ദെയർ സോഷ്യൽ ഐഡൻറ്റിറ്റി എന്നുള്ളത്. അതായത് സ്റ്റുഡൻസിൻ്റെ സോഷ്യൽ ഐഡൻറ്റിറ്റിക്ക് അനുസരിച്ച് അവരെ സെഗ്രിഗേറ്റ് ചെയ്യുക, അവരെ മാറ്റി നിർത്തുക എന്നുള്ളത്. അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ അതും റോങ് ആണ്. ദെൻ ഫോർത്ത് വണ്ണാണ് അപ്പോൾ കറക്റ്റ് ആവാൻ സാധ്യത. ഫോർത്ത് വൺ നോക്കാം. പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് എയിമിങ് അറ്റ് മാക്സിമൈസിങ് പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽ ചിൽഡ്രൻ. അതായത് ഓരോ കുട്ടിയെയും തന്നെ പഠിച്ചിട്ട് വേണം അവിടെ എന്ത് അപ്ലൈ ചെയ്യാൻ അല്ലേ. ആ ഓപ്പർച്യൂണിറ്റീസ് മാക്സിമം അവരിലേക്ക് എത്തിച്ച് അവരെ പ്രൊമോട്ട് ചെയ്യാൻ. സോ അതാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള ഇതിന് മാച്ച് ആവുന്ന ആൻസർ. അപ്പോൾ ഫോർത്ത് വണ്ണാണ് കേട്ടോ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016, വിച്ച് ഓഫ് ദ ഫോളോവിങ് ടേം ഈസ് അപ്രോപ്രിയേറ്റ് ടു യൂസ്. അതായത് 2016 ആക്ട്, ഡിസബിലിറ്റീസ് ആക്ട് ഉണ്ട്, റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. ഈ ആക്ട് പ്രകാരം ഏത് ടേമാണ് ഈ പേഴ്സൺസിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ടേമായിട്ട് കണക്കാക്കിയിട്ടുള്ളത്? അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് വൺ റിട്രാർഡഡ് സ്റ്റുഡൻറ്റ് എന്നുള്ളതാണ്. സെക്കൻഡ് വൺ ഹാൻഡിക്യാപ്ഡ് സ്റ്റുഡൻറ്റ് എന്നുള്ളത്. തേർഡ് വൺ സ്റ്റുഡൻറ്റ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി. ആൻഡ് ഫോർത്ത് വൺ ഈസ് സ്റ്റുഡൻറ്റ് വിത്ത് ക്രിപ്പിൾഡ് ബോഡി. ഇതിൽ ഏറ്റവും കറക്റ്റായിട്ട്, അതായത് ഈ ടേം വരുന്നത് തേർഡ് വൺ ആണ്. ഓക്കെ, സ്റ്റുഡൻറ്റ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി എന്നാണ് അവരെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ തേർഡ് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് കൺസ്ട്രക്ട്സ് ഡസ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 അഡ്വക്കേറ്റ്. 2009 എഡ്യൂക്കേഷൻ റൈറ്റ് ആക്ട് പ്രകാരം, അതായത് അതിൽ മുന്നോട്ട് വെക്കുന്നത് ഏതാണ്, അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏതാണെന്നുള്ളത് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് ഫസ്റ്റ് വൺ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് വൺ സെഗ്രിഗേഷൻ. ആൻഡ് തേർഡ് വൺ മെയിൻ സ്ട്രീമിംഗ്. ആൻഡ് ഫോർത്ത് വൺ ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതിൽ അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ്. ഓക്കെ, ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 എഡ്യൂക്കേഷൻ ആക്ട് എൻഷുർ ചെയ്യുന്നത് എന്താണ്? എവറി ചൈൽഡ് ഓഫ് ഏജ് 6 to 14 years മസ്റ്റ് ബി ഗിവൺ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ അല്ലേ. അതാണല്ലോ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്ന ആ ഒരു തീമിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ആക്ട് തന്നെയായിരുന്നു 2009. സോ ഈ 2009 RTE ആക്ട് പ്രകാരം എന്താണ്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, സ്കൂൾ ഷുഡ് എൻഷുർ ദി ഇൻക്ലൂഷൻ ഓഫ് സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ് എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഡാഷ് ഈസ് ദ ഫിലോസഫി ദാറ്റ് ഓൾ ചിൽഡ്രൻ ഹാവ് എ റൈറ്റ് ടു ഗെറ്റ് ഈക്വൽ എഡ്യൂക്കേഷൻ ഇൻ എ റെഗുലർ സ്കൂൾ സിസ്റ്റം. ഇവിടെ റെഗുലർ സ്കൂൾ സിസ്റ്റം എന്നുള്ളതും ഈക്വൽ എഡ്യൂക്കേഷൻ എന്നുള്ളതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്യുക. കാരണം ആ വേർഡിൽ നിന്നൊക്കെയാണ് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുക അല്ലേ. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇവിടെ ഒരു ഫിലോസഫിയാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് ഈക്വൽ എഡ്യൂക്കേഷൻ ഇൻ എ റെഗുലർ സ്കൂൾ സിസ്റ്റം എന്നുള്ളത്. കുട്ടികൾക്ക്, എല്ലാ കുട്ടികൾക്കും അതായത് എന്തിനുള്ള അവകാശമുണ്ട്? ഈക്വൽ എഡ്യൂക്കേഷൻ, ഒരുപോലെയുള്ള തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടുന്നതിനുള്ള റൈറ്റ് ഉണ്ട്. അതും ഏത് സ്കൂളിൽ? റെഗുലർ സ്കൂൾ സിസ്റ്റത്തിലൂടെ തന്നെ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിലോസഫിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻസ് നോക്കുക. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? മെയിൻ സ്ട്രീമിംഗ്. സെക്കൻഡ് ഓപ്ഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ. ആൻഡ് തേർഡ് ഓപ്ഷൻ മൾട്ടി കൾച്ചറൽ എഡ്യൂക്കേഷൻ. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഇൻക്ലൂഷൻ. ഇതിൽ ഏത് വേർഡാണ് ഇതിന് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത്? ഇൻക്ലൂഷൻ ആണല്ലേ. ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഇൻക്ലൂഷൻ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ദ ഫിലോസഫി ദാറ്റ് ഓൾ ചിൽഡ്രൻ ഹാവ് എ റൈറ്റ് ടു ഗെറ്റ് ഈക്വൽ എഡ്യൂക്കേഷൻ ഇൻ എ റെഗുലർ സ്കൂൾ സിസ്റ്റം എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, സോ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് ഇൻക്ലൂഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഫോർത്ത് വൺ. ക്ലിയർ ആയല്ലോ. മറ്റ് ഓപ്ഷൻസിലേക്ക് പോകണമെങ്കിൽ, അതായത് മറ്റ് ഓപ്ഷൻസ് സെലക്ട് ചെയ്യേണ്ട ആവശ്യം തന്നെ അവിടെ വരുന്നില്ല കേട്ടോ. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഓൾ ചിൽഡ്രൻ എന്നുള്ളൊരു വേർഡ് വന്നാൽ തന്നെ ഇൻക്ലൂഷൻ ആണ് എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ടീച്ചർ ഷുഡ്, ഫസ്റ്റ് ഓപ്ഷൻ, പ്രൊമോട്ട് സ്റ്റുഡൻസ് ബിലോങ്ങിങ് ടു സെർട്ടൺ കൾച്ചേഴ്സ്. അതായത് ഒരു ടീച്ചർ ചെയ്യേണ്ടത് എന്താണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എ ടീച്ചർ ഷുഡ് എന്നാണ് പറയുന്നത്. അപ്പം എ ടീച്ചർ ഷുഡ് എന്ന് പറഞ്ഞാൽ ഒരു ടീച്ചർ ചെയ്യാൻ പാടുള്ള, അതായത് ചെയ്യാൻ പാടുള്ള കാര്യം, ചെയ്യാൻ പാടില്ലാത്തതല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഓപ്ഷൻ എന്താ? ഫസ്റ്റ് ഓപ്ഷൻ പ്രൊമോട്ട് സ്റ്റുഡൻസ് ബിലോങ്ങിങ് ടു സെർട്ടൺ കൾച്ചേഴ്സ് എന്നുള്ളതാണ്. സെർട്ടൺ കൾച്ചേഴ്സ്, അതായത് ചില പ്രത്യേക കൾച്ചറിൽ പെടുന്ന കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് റീഡ് ചെയ്താൽ തന്നെ കിട്ടുന്നുണ്ട് അല്ലേ. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം സെർട്ടൺ കൾച്ചേഴ്സിൽ പെടുന്നവരല്ല, എല്ലാ കൾച്ചേഴ്സിൽ പെടുന്നവരെ വേണം ടീച്ചർ പ്രൊമോട്ട് ചെയ്യാൻ. എല്ലാവരും പ്രൊമോട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ അത് റോങ് ആണെന്ന് അപ്പോൾ തന്നെ കിട്ടി. നെക്സ്റ്റ് ഓപ്ഷൻ നോക്കാം. സെക്കൻഡ് വൺ, ഇഗ്നോർ കൾച്ചറൽ ഡിഫറൻസസ് ആൻഡ് ഡൈവേഴ്സിറ്റി എമംഗ്സ് സ്റ്റുഡൻസ്. അതായത് സ്റ്റുഡൻസ് പല സിറ്റുവേഷനിൽ നിന്ന് വരുന്നവരാണ് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഒരു ക്ലാസ്സിനുള്ളിൽ ഉണ്ടാവുക പല സിറ്റുവേഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കും, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ, അതായത് ഈ കൾച്ചറൽ ഡിഫറൻസസ് ഇഗ്നോർ ചെയ്യുക, അവർക്കിടയിൽ നിലനിൽക്കുന്ന ഈ ഡൈവേഴ്സിറ്റി ഉണ്ടല്ലോ അത് ഇഗ്നോർ ചെയ്യുക, അത് അവഗണിക്കുക. അതൊരിക്കലും ഒരു ടീച്ചർ ചെയ്യാൻ പാടില്ല അല്ലേ. പാർഷ്യാലിറ്റി കാണിക്കാൻ പാടില്ല. എല്ലാവരെയും ആക്സെപ്റ്റ് ചെയ്യുന്ന മനോഭാവമാണ് ടീച്ചറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. ഓക്കെ, ദെൻ തേർഡ് ഓപ്ഷൻ നോക്കാം. കമ്മ്യൂണിക്കേറ്റ് ദാറ്റ് ഷീ റെസ്പെക്ട്സ് ആൻഡ് വാല്യൂസ് ഓൾ കൾച്ചേഴ്സ് ഇൻ ദ ക്ലാസ് റൂം. അതായത് ക്ലാസ് റൂമിനുള്ളിൽ എല്ലാ കൾച്ചേഴ്സിൻ്റെയും എല്ലാ കൾച്ചേഴ്സിൻ്റെയും വാല്യൂസിനെ റെസ്പെക്റ്റ് ചെയ്യുക, എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലേ. എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ ടീച്ചറുടെ ഭാഗത്ത് ഉണ്ടാവേണ്ട ഒരു നല്ല പ്രവൃത്തിയാണത്. കമ്മ്യൂണിക്കേറ്റ് ദാറ്റ് ഷീ റെസ്പെക്ട്സ് ആൻഡ് വാല്യൂസ് ഓൾ കൾച്ചേഴ്സ് ഇൻ ദ ക്ലാസ് റൂം എന്നുള്ളതാണ് സ്യൂട്ടബിളായിട്ട് തോന്നുന്നത്. എങ്കിലും നമുക്ക് ഫോർത്ത് ഓപ്ഷൻ കൂടെ നോക്കേണ്ടതുണ്ട് അല്ലേ. ഫോർത്ത് വൺ എന്താണ്? മാക്സിമൈസ് കമ്പാരിസൺസ് എമംഗ് സ്റ്റുഡൻസ് എന്നുള്ളതാണ്. എന്ത് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ്? കമ്പാരിസൺസ്. അതായത് കുട്ടികൾക്കിടയിൽ കുട്ടികളെ താരതമ്യം ചെയ്യുന്നത് കൂടുക അല്ലെങ്കിൽ കൂടുതലാക്കുക എന്നുള്ളത്. അത് ടീച്ചറുടെ ഭാഗത്ത് ഒരിക്കലും ഉണ്ടാവരുത് അല്ലേ. കമ്പാരിസൺ അങ്ങനെ കൂടുതലായി നടത്താൻ പാടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഓപ്ഷൻസ് എല്ലാം റീഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അല്ലേ ഇതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടുന്നത് ഏതാ? തേർഡ് ഓപ്ഷനാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ. കമ്മ്യൂണിക്കേറ്റ് ദാറ്റ് ഷീ റെസ്പെക്ട്സ് ആൻഡ് വാല്യൂസ് ഓൾ കൾച്ചേഴ്സ് ഇൻ ദ ക്ലാസ് റൂം എന്നുള്ളതാണ് ടീച്ചർ ചെയ്യാൻ പാടുള്ള കാര്യം. അതായത് ചെയ്യാൻ പാടില്ലാത്തതല്ല. ഇതൊക്കെ മാറിപ്പോകാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ നന്നായിട്ട് ഓരോ ഓപ്ഷനും റീഡ് ചെയ്തതിന് ശേഷം മാത്രം കറക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് പോവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2019 ജൂലൈയിലെ സിറ്ററ്റ് എക്സാമിലൊരു ക്വസ്റ്റ്യനാണ്. ഈസി ക്വസ്റ്റ്യൻ തന്നെയാണ്. ചിൽഡ്രൻ ഷുഡ് ഡാഷ് ക്വസ്റ്റ്യൻസ് ഇൻ ദ ക്ലാസ്. അതായത് കുട്ടികൾ പലപ്പോഴും തന്നെ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ടീച്ചറിനോട്. അപ്പോൾ അതിന് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് പ്രൊമോട്ട് ചെയ്യണോ അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാൻ പാടില്ലെന്ന് പറയണോ, ഏത് രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അതിൽ ഓപ്ഷൻസ് നോക്കിക്കേ. ഫസ്റ്റ് ഓപ്ഷൻ എന്താ? ബി ഡിസ്കറേജ് ടു ആസ്ക്. അതായത് ഈ കുട്ടികൾ ചോദിക്കുന്നത് ഡിസ്കറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കിയാലല്ലേ ഇങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ. സെക്കൻഡ് ഓപ്ഷൻ നോക്കാം. നോട്ട് ബി അലൗഡ് ടു ആസ്ക്.
ക്വസ്റ്റ്യൻ ചോദിക്കാനേ അനുവദിക്കരുത് എന്നാണ് ബി ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ദെൻ തേർഡ് ഓപ്ഷൻ നോക്കാം. ബി സ്റ്റോപ്ഡ് ഫ്രം ആസ്കിങ്, അതായത് അത് ചോദിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക, നിർത്തുക അല്ലേ. ആ ചോദിക്കാൻ തയ്യാറായി നിൽക്കുന്ന കുട്ടികളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക, സ്റ്റോപ്പ് ചെയ്യാൻ പറയുക. മറ്റൊന്ന് എന്താണ്, ബി എൻകറേജ്ഡ് ടു ആസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കുട്ടികളെ അതിന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അല്ലേ, അങ്ങനെ കുട്ടികൾ ഡൗട്ട് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ചോദിച്ചോട്ടെ അല്ലേ, ചോദിക്കാം എന്നുള്ള രീതിയിൽ അവർ ചോദിക്കാൻ പറയുകയാണ് വേണ്ടത്. സോ ഇതിൽ കറക്റ്റ് ആൻസർ എന്താണ്, ബി എൻകറേജ്ഡ് ടു ആസ്ക് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എപ്പോഴും ഏത് എക്സാമിനാണെങ്കിലും ഏറ്റവും കൂടുതൽ ടൈം വേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. കാരണം 2 കോളം ഉണ്ടാവും, അപ്പോൾ ആ 2 കോളത്തിലെയും ഓപ്ഷൻസൊക്കെ മാച്ച് ചെയ്ത് വരുമ്പോഴേക്കും ടൈം എടുക്കും. അതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക കേട്ടല്ലോ. അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ പലപ്പോഴും തന്നെ നമുക്ക് ഓപ്ഷൻസിൽ തന്നിട്ടുള്ള ഡിലീഷൻ മെത്തേഡ് വഴിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചിലപ്പോൾ ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് റെപ്രസെൻറ്റ്സ് ദി കറക്റ്റ് മാച്ചിങ് ഓഫ് ചിൽഡ്രൻ ഇൻ കോളം എ വിത്ത് ദെയർ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് ഇൻ കോളം ബി. അതായത് 2 കോളം കൊടുത്തിട്ടുണ്ട്. എ കോളത്തിൽ ചിൽഡ്രനെയാണ് കൊടുത്തിട്ടുള്ളത്, അതായത് ഏത് തരത്തിലുള്ള കുട്ടി എന്നുള്ളതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ബി കോളത്തിൽ അവരുടെ പ്രൈമറി ക്യാരക്ടറിസ്റ്റിക് ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പം എ കോളത്തിൽ ഗിഫ്റ്റഡ് ചൈൽഡ് അല്ലേ, ഫസ്റ്റ് ഓപ്ഷൻ എന്താ ഗിഫ്റ്റഡ്, സെക്കൻഡ് വൺ ലേണിംഗ് ഡിസേബിൾഡ്, തേർഡ് വൺ ക്രിയേറ്റീവ് ആൻഡ് ഫോർത്ത് വൺ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഓർ ADHD. അപ്പോൾ ഇത്രയുമാണ് എ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്, അതായത് ഏത് തരത്തിലുള്ള കുട്ടി എന്നുള്ളതാണ്. ഓക്കെ, കോളം ബിയിലോ അവരുടെ ക്യാരക്ടറിസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത്, പ്രൈമറി ക്യാരക്ടറിസ്റ്റിക്. ഓക്കെ, അപ്പോൾ നമ്മൾ അതും കൂടെ റീഡ് ചെയ്ത് നോക്കാം അല്ലേ. എ എന്താണ് കോളം ബിയിൽ, ലാക്സ് റീഡിങ് ഫ്ലുവൻസിയിലുള്ള പോരായ്മ. ബി എന്താണ്, ക്യാൻ തിങ്ക് ഓഫ് ഒറിജിനൽ സൊല്യൂഷൻസ് പെട്ടെന്ന് കണ്ടെത്താനുള്ള പവർ അല്ലേ. സി എന്താണ്, ടെൻഡൻസി ടു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ഈസിലി, അതായത് പെട്ടെന്ന് ശ്രദ്ധ മാറിപ്പോവുക. ആൻഡ് ഡി എന്താണ്, എബിലിറ്റി ടു ലേൺ ക്വിക്ക്ലി ആൻഡ് ഇൻഡിപെൻഡൻസി, അതായത് പ്രത്യേക തരം കഴിവ് അല്ലേ, നല്ലൊരു കഴിവ്, പെട്ടെന്ന് പഠിക്കാനും സെൽഫ് സഫിഷ്യൻസിക്കൊക്കെയുള്ള കഴിവ്, അതാണ് ഡി കൊടുത്തിട്ടുള്ളത്. അപ്പം എ കോളും ബി കോളും നമ്മൾ നോക്കി അല്ലേ. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷനിലേക്ക് എങ്ങനെ എത്താം എന്നുള്ളത്. അപ്പോൾ ഗിഫ്റ്റഡ് ചൈൽഡാണ് എ കോളത്തിൽ ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത്. എന്താണ് ഗിഫ്റ്റഡ് ചൈൽഡിന് ഏറ്റവും മാച്ച് ആവുന്നത് ഏതാ, ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് പറയുമ്പോൾ നല്ല കഴിവുള്ള കുട്ടിയല്ലേ അല്ലേ. അപ്പോൾ ഇവിടെ എബിലിറ്റി ടു ലേൺ ക്വിക്ക്ലി ആൻഡ് ഇൻഡിപെൻഡൻസി അല്ലേ, അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ പ്രത്യേക കഴിവ് അല്ലെ, നല്ല കഴിവുള്ള കുട്ടികൾക്കാണ് പെട്ടെന്ന് പഠിക്കാനൊക്കെ സാധിക്കുക. സോ അതാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ നോക്കാം നമുക്ക്. ലേണിംഗ് ഡിസേബിൾഡ് ആണ് ഈ കോളത്തിൽ സെക്കൻഡ് വൺ, ലേണിംഗ് ഡിസേബിൾഡ്. അപ്പോൾ ലേണിംഗ് ഡിസേബിൾഡ് എന്ന് പറയുമ്പോൾ ഡിസബിലിറ്റിയാണ് അല്ലേ, എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ, ലേണിംഗ് ഡിസേബിൾഡ്. അപ്പോൾ അതിന് കറക്റ്റ് ആവുക ഇതിൽ ഏതാണ്, ബി കോളത്തിൽ എ അല്ലേ, ലാക്സ് റീഡിങ് ഫ്ലുവൻസി നോക്കിക്കുക, ലാക്സ് റീഡിങ് ഫ്ലുവൻസി ഡിസബിലിറ്റി അല്ലേ, അതെന്താണ് ഡിസ്ലെക്സിയ അല്ലേ, റീഡിങ് ഫ്ലുവൻസി ഇല്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ നന്നായി റീഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, റീഡിങ് ഡിസോർഡറിന് പറയുന്നതാണ് അല്ലേ ഡിസ്ലെക്സിയ എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലേണിംഗ് ഡിസേബിൾഡിന് മാച്ച് ആവുക ഏതാണ്, ലാക്സ് റീഡിങ് ഫ്ലുവൻസി. അപ്പോൾ നമുക്ക് ഈ 2 എണ്ണത്തിൻ്റെ തന്നെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി അല്ലേ ഏതായിരിക്കും കറക്റ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റും. അതായത് ഫസ്റ്റ് വൺ നോക്കിക്കുക അല്ലേ, D1 അല്ലേ, അതായത് 1D 2ന് നേരെ എ വന്നിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കാമെന്ന് നമുക്ക് അപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞു അല്ലേ. പക്ഷേ ഡി തുടങ്ങുന്ന സെക്കൻഡ് വണ്ണും ഫോർത്ത് വണ്ണും ഒക്കെ ഡി തുടങ്ങുന്നതാണ്. അപ്പോൾ രണ്ടാമത്തേത് നോക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ അത് തന്നെ വരുമ്പോൾ നമ്മൾ സെക്കൻഡ് വൺ എടുക്കുക അല്ലേ. സെക്കൻഡ് വണ്ണും സെയിം തന്നെ പോലെ വരികയാണെങ്കിൽ നമ്മൾ തേർഡ് വൺ നോക്കാം. അങ്ങനെ നോക്കാം കേട്ടല്ലോ. അപ്പോൾ എല്ലാത്തിലേക്കും പോവേണ്ടതില്ല, എല്ലാത്തിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഉറപ്പിക്കാം അല്ലെ ഏതാണ് ആൻസർ ഓപ്ഷൻ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഫസ്റ്റ് വൺ ആണെന്നുള്ളത്. അപ്പം ഫസ്റ്റ് വണ്ണിന് നേരെ ഡി വന്നു, അതായത് ഗിഫ്റ്റഡ് ചൈൽഡിന് നേരെ എബിലിറ്റി ടു ലേൺ ക്വിക്ക്ലി ആൻഡ് ഇൻഡിപെൻഡൻസി വന്നു. സെക്കൻഡ് വൺ എന്താണ്, ലേണിംഗ് ഡിസേബിൾഡിന് നേരെ ഏത് വന്നു, ലാക്സ് റീഡിംഗ് ഫ്ലുവൻസി വന്നു. തേർഡ് വൺ എന്താണ്, ബി ആണല്ലേ ഇപ്പോൾ അതിൽ വരുന്നത്. ഫസ്റ്റ് ഓപ്ഷനിൽ നോക്കിക്കേ, തേർഡ് വൺ ഏതാണ്, ബി ആണ് വരുന്നത്. ക്രിയേറ്റീവ് ചൈൽഡ് ക്യാൻ തിങ്ക് ഓഫ് ഒറിജിനൽ സൊല്യൂഷൻസ് ആണല്ലേ അപ്പോൾ അവിടെ വരേണ്ടത്. അതായത് വേറിട്ട് അല്ലെ പെട്ടെന്ന് ചിന്തിക്കാനുള്ള കഴിവ്, ഒരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള കഴിവ്. നെക്സ്റ്റ് എന്താണ് അപ്പോൾ തീർച്ചയായിട്ടും ഏതാ വരുന്നത്, ഫോർത്ത് വണ്ണിന് നേരെ സി ആണല്ലേ വരുന്നത്. ഫോർത്ത് വണ്ണിന് നേരെ സി ആണ് വരുന്നത്.
അതായത് എന്താണ്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ADHD എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ് അല്ലേ. പല കുട്ടികളും നേരിടുന്ന വലിയൊരു പ്രോബ്ലമാണ്, പലപ്പോഴും കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണത്. അപ്പോൾ അതിന് നേരെ ഏതാണ് വരുന്നത് ഇവിടെ? C ആണല്ലേ പിന്നെ വരുന്നത്. ടെൻഡൻസി ടു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ഈസിലി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഈ പിക്ചർ നോക്കിയാൽ അല്ലേ അവർക്ക് എന്തൊക്കെ പ്രശ്നമാണ് അവർ നേരിടുന്നത്. ഈ ADHD ഉള്ളവർ അവരുടെ സൈൻസ് എന്താണ്, സൈനസ് ആൻഡ് സിംറ്റംസ് ഇൻ ചിൽഡ്രൻ. ഇതിൽ ഡിഫിക്കൽട്ടി സിറ്റിംഗ് സ്റ്റിൽ അല്ലെ, ഫോർഗറ്റ്ഫുൾനെസ് ഉണ്ട്, അതുപോലെ തന്നെ കെയർലെസ്നെസ്, അവർ ശ്രദ്ധക്കുറവ് ഉണ്ടാവുക, മറന്നു പോവുക, റിസ്കി ബിഹേവിയർ ആയിരിക്കും അവരുടെ ബിഹേവിയർ, പിന്നെ ട്രബിൾ ഗെറ്റിംഗ് എലോങ്, അതുപോലെ തന്നെ ഡിസോർഗനൈസേഷൻ, എക്സസീവായിട്ട് ടോക്ക് ചെയ്യുക അല്ലെ, അമിതമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, ശല്യപ്പെടുത്തുക മറ്റേ കുട്ടികളെ, ഇതൊക്കെ അവരുടെ പ്രോബ്ലമാണ്. ഡേ ഡ്രീമിങ് ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും നമ്മൾ കറക്റ്റായിട്ട് മാച്ച് ചെയ്തു അല്ലേ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഡിലീഷൻ മെത്തേഡ് വഴി പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. അത് വിചാരിച്ച് നമ്മൾ ചാടി കയറി അറ്റൻഡ് ചെയ്യുകയരുത്, എല്ലാം ഒന്ന് നോക്കണം കേട്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ ബാക്കിയുള്ള ഇതേപോലെ PYQ സെഷൻസിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ.